أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين إذ قال له ربه أسلم قال أسلمت لرب العالمين الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ മഹത്തായ കൽപ്പനകളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് തെറ്റുകളിൽ നിന്ന് മുക്തമായ നിലക്കുള്ള തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നാം എപ്പോഴും കാത്തു സൂക്ഷിക്കണേ എന്ന് എന്നോടും നിങ്ങളിൽ ഓരോരുത്തരോടും ഗൗരവപൂർവം വസിയ്യത്ത് നൽകുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി നമ്മെ ഓരോരുത്തരെയും ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വളരെയേറെ രണ്ട് ആഘോഷങ്ങളാണ് നമുക്ക് അല്ലാഹു നിശ്ചയിച്ച് തന്നിട്ടുള്ളത്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ എത്തിയപ്പോൾ പല ദിവസങ്ങളിൽ കളിക്കുകയും ചിരിക്കുകയും ആഹ്ലാദിക്കുകയും മറ്റു രൂപത്തിലുള്ള ആഘോഷങ്ങൾ നടത്തുകയും ചെയ്തിരുന്ന സമൂഹത്തിന്റെ മുമ്പിലേക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്നല്ലാഹ ഖദ് അബ്ദലകും ബിഹിമാ ഖൈറൻ മിൻഹുമാ യൗമൽ അദ്ഹാ വയൗമൽ ഫിത്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ആഘോഷങ്ങളെക്കാൾ ഉത്തമമായ രണ്ടെണ്ണം നിങ്ങൾക്ക് പകരം നൽകിയിരിക്കുന്നു എന്ന് മദീന നിവാസികളോട് പറഞ്ഞുകൊണ്ട് പകരമായി പഠിപ്പിച്ചു കൊടുത്ത രണ്ട് ആഘോഷങ്ങളാണ്, ഒന്ന് ഈദുൽ അദ്ഹയും മറ്റൊന്ന് ഈദുൽ ഫിത്റും. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈദുൽ അദ്ഹയിലാണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സഹോദരങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള ലക്ഷക്കണക്കിന് വിശ്വാസി സമൂഹം പരിശുദ്ധമായ പുണ്യഭൂമിയിൽ ഹജ്ജ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പ്രത്യേകമായ പുണ്യപൂർണമായ ഒരു സമയത്താണ് നാം ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഹജ്ജിന്റെ അനുഷ്ഠാനങ്ങളിലും നമ്മുടെ ഈ ഈദിന്റെ സുദിനത്തിലും നാം ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് മഹാനായ ഒരു പ്രവാചകന്റെ ത്യാഗത്തിന്റെ ഓർമ്മകളാണ്. ആ പ്രവാചകൻ ആരാണെന്ന് എന്റെ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനും നിങ്ങളും നമ്മുടെ ദിനേനയുള്ള 5 നേരത്തെ നമസ്കാരങ്ങളിലൂടെ ഒരു 20 തവണയെങ്കിലും നമ്മൾ പരാമർശിച്ചു കൊണ്ടിരിക്കുന്ന, ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു നാമമുണ്ട്, ഇബ്രാഹിം അലൈഹിസ്സലാം. ദിനേന മുസ്ലിമീങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്ന
ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ആ മഹാനായ പ്രവാചകന്റെ പൊന്നോമന പുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാം, ആ മഹാനായ പ്രവാചകന്റെ പ്രിയ പത്നി ഹാജറ റളിയല്ലാഹു അൻഹ, ഇവരുടെയൊക്കെ വലിയ ത്യാഗത്തിന്റെ ചരിത്രങ്ങൾ അയവിറക്കുന്ന, ഓർമ്മിക്കുന്ന പ്രത്യേകമായ പെരുന്നാളിലാണ്, സുദിനത്തിലാണ് പ്രിയമുള്ളവരെ നാം എല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ പരിശോധിച്ചു നോക്കിയാൽ നാം അറിയേണ്ടതുണ്ട്, ഞാനും നിങ്ങളും ദിനേന പേരെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പാത നിങ്ങൾ പിൻപറ്റണമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സുമ്മ ഔഹൈനാ ഇലൈക അനിത്തബിഅ മില്ലത ഇബ്രാഹിമ ഹനീഫ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം, ഈ പാതയെ നീ പിൻപറ്റുക എന്ന് താങ്കളിലേക്ക് നാം വഹീ നൽകിയിരിക്കുന്നു എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു പറയുന്നുണ്ട്. അതെ, ഒരു നിലക്കും ഹൃദയത്തിൽ വക്രതയില്ലാത്ത വളരെയേറെ നിഷ്കളങ്കമായ ഹൃദയത്തിന്റെ ഉടമയായ ഇബ്രാഹിം അലൈഹിസ്സലാം, വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ഒരിക്കലും ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ടവനായിരുന്നില്ല. ആ മാർഗത്തെ നിങ്ങൾ പിൻപറ്റണം എന്നാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ കൽപ്പിച്ചിരിക്കുന്നത്. ആ മാർഗത്തോട് ആർക്ക് മാത്രമേ വെറുപ്പുണ്ടാവുകയുള്ളൂ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സഹ്. അതേ, ഇബ്രാഹിമി പാതയിൽ നിന്ന്, ഇബ്രാഹിമി മില്ലത്തിനോട് ആർക്കാണ് വിമുഖതയുണ്ടാവുക, വെറുപ്പ് ആർക്കാണ് ഉണ്ടാവുക? ഇല്ലാ മൻ സഫിഹ നഫ്സഹു, സ്വന്തത്തോട് തന്നെ വിഡ്ഢിത്തം പ്രവർത്തിച്ചവനല്ലാതെ, വിഡ്ഢികൾക്കല്ലാതെ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് ഒരു വെറുപ്പ് തോന്നുകയില്ല. ഇബ്രാഹിം അലൈഹിസ്സലാം കാണിച്ചു തന്ന പാതയോട് വിഡ്ഢികളായ ആളുകൾക്കല്ലാതെ ഒരു വെറുപ്പും തോന്നുകയില്ല. ആരാണ് ഇബ്രാഹിം അലൈഹിസ്സലാം? വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയാ, ഐഹിക ജീവിതത്തിൽ അദ്ദേഹത്തെ നാം വലിയ നേതാവായി തെരഞ്ഞെടുത്തിരിക്കുന്നു. വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സാലിഹീൻ, അദ്ദേഹം പരലോകത്തിൽ അത്യുന്നതമായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ പെട്ടയാൾ തന്നെയാകുന്നു. നേടിക്കൊടുത്തത് ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, അദ്ദേഹത്തോട് തന്റെ രക്ഷിതാവ് പറഞ്ഞ സന്ദർഭം, അസ്ലിം ഇബ്രാഹിമേ, എന്റെ കൽപ്പനകൾക്ക് മുഴുവനും നീ കീഴ്പ്പെടണം, എന്റെ കൽപ്പനകൾക്ക് മുഴുവനും നീ അനുസരിക്കുന്ന വ്യക്തിത്വമാകണം എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് ഖാല, മഹാനവറുകൾ പറഞ്ഞു, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, സർവലോക പരിപാലകനായ അല്ലാഹുവിനെ ഞാൻ മുഴുവനും സമർപ്പിച്ചിരിക്കുന്നു, എന്നെ മുഴുവനും ഞാൻ അവന് കീഴ്പ്പെടുത്തിയിരിക്കുന്നു, ഞാൻ അവൻ എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ സന്നദ്ധനായ മുസ്ലിമാണെന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രഖ്യാപിക്കുന്നു. ആ നിലക്ക് പടച്ച റബ്ബ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നൽകിയ പരീക്ഷണങ്ങൾ, ഓ സഹോദരന്മാരെ, ബലിപെരുന്നാൾ എന്ന് പറയുന്നത് തന്നെ ത്യാഗത്തിന്റെ ഓർമ്മ പെരുന്നാളാണ്. ത്യാഗമില്ലെന്ന് പഠിപ്പിക്കുന്ന പെരുന്നാളാണ്. ബുദ്ധിമുട്ടും പ്രയാസങ്ങളും സഹിച്ചാലല്ലാതെ സ്വർഗത്തിലെത്താനാവില്ലെന്ന് പഠിപ്പിക്കുന്ന പെരുന്നാളാണ്. അതെ, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ നാമം ദിനേന നമ്മൾ ഇങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേര് ഉരുവിടുന്നതിന്റെ കൂടെ, ഉരുവിടാൻ എന്താണ് കാരണം? ആ മഹാനവറുകളുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങളാണ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ കഴിഞ്ഞു പോയത്. അല്ലാഹ് അദ്ദേഹത്തെ പരീക്ഷിക്കുകയായിരുന്നു. മുഴുവൻ പരീക്ഷണങ്ങളിലും മഹാനവറുകൾ വിജയിച്ച ചരിത്രമേയുള്ളൂ. വഇദ്ബ്തലാ ഇബ്രാഹീമ റബ്ബുഹു ബികലിമാതിൻ ഫതമ്മഹുന്ന, ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തന്റെ രക്ഷിതാവ് പരീക്ഷിച്ച സന്ദർഭം, ബികലിമാത്തിൻ, ചില വാചകങ്ങൾ കൊണ്ട്, ഒട്ടേറെ കാര്യങ്ങൾ കൊണ്ട് ഇബ്രാഹിമിനെ അല്ലാഹു തആല പരീക്ഷിച്ചു. ഫതമ്മഹുന്ന, ആ പരീക്ഷണങ്ങളെ മുഴുവനും ഇബ്രാഹിം അലൈഹിസ്സലാം വിജയകരമായി പൂർത്തിയാക്കുക തന്നെ ചെയ്തു. അപ്പോഴാണ് അല്ലാഹ് അദ്ദേഹത്തോട് പറഞ്ഞത്, ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, ലോക ജനതക്ക് മുഴുവൻ ഇമാമായി കൊണ്ട് താങ്കളെ നാം നിശ്ചയിക്കുന്നു എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് അല്ലാഹ് എപ്പോഴാണ് പറയുന്നത്? അതേ, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഗുണമായി ഖുർആൻ എടുത്തുദ്ധരിക്കുന്നു. വഇബ്രാഹിം അല്ലദീ വഫാ,
ഏറ്റെടുത്ത കരാറുകൾ മുഴുവനും, തന്റെ രക്ഷിതാവ് തന്നോട് കൽപ്പിച്ച കാര്യങ്ങൾ മുഴുവനും ജീവിതത്തിൽ പ്രഖ്യാപിച്ച് അത് ജീവിതത്തിൽ നിറവേറ്റി പൂർണ്ണമായ നിലക്ക് അത് ഏറ്റെടുത്തവനായിരുന്നു ഇബ്രാഹിം എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ മഹാനായ ഈ പ്രവാചകനെ സംബന്ധിച്ച് പുകഴ്ത്തി പറയുന്നുണ്ട്. എന്തൊക്കെ പരീക്ഷണങ്ങളിലാണ് മഹാനവറുകൾ വിജയിച്ചത്, ഞാനത് പരത്തി പറയുന്നില്ല. ചില പോയിന്റുകളായി എന്റെ ശ്രോതാക്കളുടെ മനസ്സിലേക്ക് ഇട്ടുതരട്ടെ. ഒന്നാമതായി മഹാനവറുകളുടെ വിജയം ഏതിലാണ്? ഏറ്റവും വലിയ പ്രതികൂല സാഹചര്യത്തിലാണ് മഹാനവറുകളുടെ ജനനം. താൻ ഉൾക്കൊള്ളാൻ പോകുന്ന ആദർശത്തിന് 100% എതിര് നിൽക്കുന്ന ഒരു സമൂഹത്തിലേക്കായിരുന്നു മഹാനവറുകൾ പിറന്നു വീണത്. ജനിച്ചു വീണ കുടുംബം തന്നെയും വിഗ്രഹാരാധകന്മാരാണ്. വിഗ്രഹത്തിന്റെ ഹോൾസെയിൽ വ്യാപാരിയായ പിതാവാണ്. നാട്ടിലോ അല്ലാത്ത മുഴുവൻ വസ്തുക്കളെയും പൂജിച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. സൂര്യനെ വണങ്ങുന്നവരാണ്, ചന്ദ്രനെ വണങ്ങുന്നവരാണ്, താരങ്ങളെ വണങ്ങുന്നവരാണ്, കല്ലുകളെ വണങ്ങുന്നവരാണ്. അങ്ങനെയുള്ള അചേതന വസ്തുക്കളെ അവരിൽ പ്രത്യേകമായ മഹത്വങ്ങൾ ചാർത്തിക്കൊടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കേണ്ടുന്ന പ്രാർത്ഥനകൾ, ആരാധനയുടെ വ്യത്യസ്തങ്ങളായ ഇനങ്ങൾ, നേർച്ച വഴിപാടുകൾ, ബലിയർപ്പണങ്ങൾ, ഇവ മുഴുവനും അല്ലാത്തവരുടെ മുമ്പിൽ സമർപ്പിച്ചിരുന്ന ഒരു ജനത തിങ്ങിത്താമസിക്കുന്ന ഒരു നാട്ടിലും ഒരു വീട്ടിലുമാണ് മഹാനായ ഇബ്രാഹിം എന്ന പൊന്നോമന പുത്രൻ ജനിച്ചു വീഴുന്നത്. മാനവറുകൾക്കൊരു പരീക്ഷണമാണ്. ജീവിതത്തിൽ അല്ലാഹുവിന്റെ മാർഗത്തിലേക്കുള്ള ക്ഷണത്തിനുള്ള പാകമായപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് അല്ലാഹ് കൽപ്പിക്കുകയാണ്, അതേ എന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചോളണം. ഏതൊരു മുസ്ലിമിന്റെയും ബാധ്യത അതാണ്. സത്യം അല്ലാഹുവിങ്കൽ നിന്ന് വന്നു കിട്ടിയാൽ ആ വന്നു കിട്ടിയ സത്യത്തെ താൻ സ്വയം ഉൾക്കൊണ്ട ശേഷം അതിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കേണ്ടുന്ന ബാധ്യത. അതാണല്ലോ ലോകത്ത് കഴിഞ്ഞു പോയ മുഴുവൻ പ്രവാചകന്മാരും നിർവഹിച്ചത്. ഒരു വ്യക്തിയായിരുന്നിട്ട് കൂടി ഒരു പ്രസ്ഥാനത്തിന് ചെയ്യാൻ കഴിയാവുന്നതിലും അപ്പുറം നേതാവായ ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്ലാമിന്റെ പ്രബോധന രംഗത്ത് മഹാനവറുകൾ കാഴ്ചവെച്ചു. അതുകൊണ്ട് അദ്ദേഹത്തെ അല്ലാഹ് വ്യക്തി എന്നല്ലല്ലോ ഖുർആനിൽ വിശേഷിപ്പിച്ചത്. ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫാ വലം യകു മിനൽ മുശ്രികീൻ ശാകിറൻ ലിഅൻഉമിഹി ഇജ്തബാഹു വഹദാഹു ഇലാ സിറാത്തിൻ മുസ്തഖീം. നിശ്ചയമായും ഇബ്രാഹിം ഒരു സമൂഹമായിരുന്നു. ഒറ്റക്കൊരു സമൂഹമായ പ്രവർത്തനത്തിന് ഒരു വ്യക്തി ഒരു പ്രസ്ഥാനത്തിന് ചെയ്യാവുന്നതിലും അപ്പുറം ഒറ്റക്ക് ചെയ്ത നേതാവാണ് അദ്ദേഹം. അവിടെയും അദ്ദേഹത്തിന് വലിയ വിനയമാണ്. ഖാനിതല്ലില്ലാ ഹനീഫ, ഹൃദയത്തിൽ ഒരാളോടും വിദ്വേഷമില്ല, പകയില്ല, വക്രതയില്ല. വലം യകു മിനൽ മുശ്രികീൻ, ശിർക്കൊരിക്കലും തന്റെ ജീവിതത്തിൽ തൊട്ട് തീണ്ടിയത് പോലുമില്ല. ശാകിറൻ ലിഅൻഉമിഹി, തനിക്കല്ല ചെയ്തു തന്ന ഓരോ അനുഗ്രഹങ്ങളോടും ഇതെന്റെ റബ്ബ് തന്നതാണെന്ന ബോധത്തോടെ അഹങ്കരിക്കാതെ ശുക്ർ ചെയ്യുന്ന മനസ്ഥിതിക്കാരനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ നാം തെരഞ്ഞെടുത്തു, നേർവഴിയിലേക്ക് അദ്ദേഹത്തിന് നാം ദിശാബോധം നൽകി എന്ന് അല്ലാഹു തആല പറയാണ്. ആ ദൗത്യം അങ്ങ് ഏറ്റെടുത്തപ്പോ മഹാനവറുകൾക്ക് ആദ്യം തോന്നിയത്, ഞാൻ നന്നായാൽ പിന്നെ ആദ്യം നന്നാക്കേണ്ടത്, മാറ്റം ആരംഭിക്കേണ്ടത് എന്നിൽ നിന്നാണ്. മഹാനവറുകൾ ആ തൗഹീദ് ഉൾക്കൊണ്ടോ? ഇനി ആരോടാ പറയേണ്ടത്? തനിക്ക് ജന്മം നൽകിയ തന്റെ പിതാവുണ്ട്, വിഗ്രഹാരാധകനാണ്, ശിർക്കിന്റെ വ്യക്തിത്വമാണ്, കുടുംബത്തിൽ ഇസ്ലാമികമല്ലാത്ത വിശ്വാസം. അതുകൊണ്ട് ആദ്യം മഹാനവറുകൾ തിരിയുന്നത് എങ്ങോട്ട്? സ്വന്തം പിതാവിനോട് പറയുന്നു, സ്നേഹത്തോടെ ഉപ്പയോട് പറയുന്നു, യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. എന്റെ പൊന്നു പിതാവേ, നിങ്ങൾ എന്തിനാണ് ആരാധന നിർവഹിച്ചു കൊടുക്കുന്നത്? നിങ്ങൾ എന്തിന് പൂജിക്കുന്നു, ആരാധിക്കുന്നു? മാ ലാ യസ്മഉ, കേൾക്കാൻ കഴിയാത്തവയ്ക്ക് വേണ്ടി,
വലാ യുബ്സിറു കാണാൻ കഴിവില്ലാത്തവർക്ക് വേണ്ടി വലാ യുഗ്നി അൻക ശൈആ താങ്കൾക്ക് ഒന്നും നേടിത്തരാൻ ഒരു ഉപകാരമോ ഒരു ഉപദ്രവം വരുത്താനോ ഒന്നിനും കഴിയാത്ത ഒരു പ്രത്യേകമായ ഒരു വസ്തുവിന്റെ മുമ്പിൽ നിങ്ങൾ എന്തിന് ആരാധന സമർപ്പിക്കുന്നു? അതുകൊണ്ട് പിതാവ് ഞാൻ പറയുന്നത് കേൾക്കണം. യാ ബതീനി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക ഫത്തബിഇനി അഹ്ദിക സിറാതൻ സവിയാ. എൻ്റെ പൊന്നു പിതാവേ, എനിക്ക് അങ്ങേക്ക് കിട്ടാത്ത അറിവ് കിട്ടിയത് കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നെ എൻ്റെ ഉപ്പ അനുസരിക്കണം. ഞാൻ നിങ്ങളെ നേർവഴിയിലേക്ക് കൈപിടിച്ച് നയിക്കാമല്ലോ. ഞാനിതൊക്കെ പറയുമ്പോൾ എൻ്റെ ഉപ്പയോട് എനിക്ക് വെറുപ്പുണ്ടായിട്ടല്ല. അതേ, ഒരു പ്രബോധകനും തന്റെ സ്വന്തം കുടുംബത്തിലോ നാട്ടിലോ ദീന് പറയുമ്പോൾ സമൂഹത്തോട് വെറുപ്പുണ്ടായിട്ടല്ലല്ലോ, വിദ്വേഷമുണ്ടായിട്ടല്ലല്ലോ. പിന്നെ ഏത് കാലത്തും നമ്മൾ ഒരാളോട് നന്മ കൽപ്പിക്കുന്നുവെങ്കിൽ, തിന്മ വിരോധിക്കുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിന്റെ നിയ്യത്ത് എന്താണ്? യാ ബതി ഇന്നി അഖാഫു അയ്യമസ്സക അദാബും മിനർ റഹ്മാൻ ഫതകൂന ലിശൈത്താനി വലിയാ. എന്റെ പൊന്നു പിതാവേ, ഇന്നി അഖാഫു ഞാൻ വല്ലാതെ ഭയപ്പെടുന്നു അയ്യമസ്സക എന്റെ ഉപ്പയെ ബാധിക്കുമോ എന്ന്. പരമകാരുണികന്റെ നരക ശിക്ഷ, അള്ളാന്റെ ശിക്ഷ എന്റെ ഉപ്പാക്ക് ബാധിക്കരുത്. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, ഉപ്പ, അള്ളാന്റെ ശിക്ഷയിലേക്ക് നിങ്ങളെ എത്തിക്കുന്നത് ശൈത്താനാണ്. അതുകൊണ്ടാ ശൈത്താനെ നിങ്ങൾ അനുസരിച്ചു പോകരുത്. ഞാൻ പറയുന്നത് എന്റെ ഉപ്പ കേൾക്കണം എന്ന് വളരെ ഗുണകാംക്ഷ നിർഭരമായ മനസ്സോടുകൂടി സ്നേഹത്തോടുകൂടി ഉപ്പയെ ഉപദേശം ആരംഭിക്കുന്നു. ഉപ്പയിൽ നിന്ന് പ്രതികരണം വളരെ മോശമായിരുന്നു പ്രിയമുള്ളവരെ, വളരെ മോശമായ പ്രതികരണമായിരുന്നു സ്വന്തം ഉപ്പയിൽ നിന്ന്. ഉപ്പ എന്താ പറഞ്ഞത്? ഞാൻ ഇതുവരെ പൂജിച്ച് വിളിച്ചു പ്രാർത്ഥിച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഇലാഹുകളെയൊക്കെ നീ വെറുപ്പ് പ്രകടിപ്പിക്കുകയാണോ ഇബ്രാഹിമേ? അതുകൊണ്ട് ലഇല്ലം തന്തഹി, നീ ഇത് അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ ലാർജുമന്നക, നിന്നെ ഞാൻ എറിഞ്ഞു കൊല്ലുക തന്നെ ചെയ്യും. അതുകൊണ്ട് വഹ്ജുർനി മലിയാ, ഇവിടം വിട്ട് ഇപ്പോൾ തന്നെ ഇറങ്ങിപ്പോകണം. ബാപ്പ പുറത്താക്കുകയാണ് മകനെ. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ലെങ്കിൽ കൊല്ലുമെന്ന ഭീഷണിയാണ്. അതേ, പടച്ച റബ്ബിന്റെ പരീക്ഷണം തന്നെ. ആരുടെ അടുത്തേക്ക് ഇറങ്ങാനാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്? ആരാണ് അദ്ദേഹത്തെ ഓഫീസ് ഒരുക്കി കാത്തിരിക്കുന്നത്? ആരാണ് അദ്ദേഹത്തിന് വീടൊരുക്കി കാത്തിരിക്കുന്നത്? ആരുമില്ല. പടച്ച റബ്ബിന്റെ സഹായമല്ലാതെ മറ്റൊന്നുമില്ല എന്നറിഞ്ഞിട്ടും വീട് വിട്ടിറങ്ങുകയാണ്. ഇറങ്ങുമ്പോഴും ബാപ്പയോട് മാന്യമായ സംസാരിക്കുന്നത്. ആദർശത്തിൽ ബാപ്പ ശത്രുവാണെങ്കിലും ബാപ്പയോടുള്ള സംസാരത്തിൽ അപ്പോഴും വിനയം തന്നെ. സലാമുൻ അലൈക സഅസ്തഗ്ഫിറു ലക റബ്ബി, ഉപ്പാ നിങ്ങൾക്ക് സമാധാനം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഉപ്പാക്ക് നല്ല മനസ്സ് കിട്ടാൻ വേണ്ടി, എൻ്റെ ഉപ്പയുടെ മനസ്സ് മാറാൻ വേണ്ടി, എൻ്റെ ഉപ്പയുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി ഞാൻ എൻ്റെ റബ്ബിനോട് ഇനിയും പറയും. എനിക്ക് നിരാശയില്ല എന്നും പറഞ്ഞ് വീട് വിട്ടിറങ്ങുന്ന നേതാവ് മനസ്സിലാക്കണം. ദൗത്യം സ്വന്തം കുടുംബത്തിൽ ആദ്യം പറഞ്ഞു. ഭീഷണികൾക്ക് പതറുന്നില്ല, പതറാതെ തന്നെ രംഗത്തിറങ്ങുന്നു. അതേ, നാട്ടിലും വന്നുകൊണ്ട് സൂര്യചന്ദ്ര നക്ഷത്രാദികളെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹത്തോട് അവരുടെ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനരഹിതം, അടിസ്ഥാനമായ ഒരു നിലക്കുമുള്ള അടിസ്ഥാനം നിങ്ങളുടെ വിശ്വാസത്തിനില്ല എന്ന കൃത്യമായി അദ്ദേഹം പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് യുക്തിയിലൂടെയും തെളിവിലൂടെയും മഹാനവറുകൾ സമർത്ഥിച്ചു കൊടുക്കുന്നു. വളരെ മോശമായ പ്രതികരണം. അഗ്നികുണ്ഡം മഹാനവറുകൾ കഥാ കാത്തുവെച്ചിരിക്കുകയാണ്. ഈ ആദർശം പറഞ്ഞതിന്റെ പേരിൽ മഹാനവറുകളെ പിടിച്ച് തീക്കുണ്ടത്തിലെറിയപ്പെട്ടു എന്ന ചരിത്രം നമുക്കറിയാം. ഒന്നും സംഭവിക്കാതെ അല്ലാഹുവിന്റെ കാവൽ മുവഹിദീങ്ങൾക്ക് കിട്ടി, ഇബ്രാഹിം അലൈഹിസ്സലാമിന് കിട്ടി. മഹാനവറുകൾ രക്ഷപ്പെട്ടു. അതേ, ഈ ജീവിതത്തിന്റെ ഈ പരീക്ഷണ മേഖല സഹോദരന്മാരെ, ഇബ്രാഹിം അലൈഹിസ്സലാം ബാപ്പയോട് പഠിപ്പിച്ച തത്വം എന്താണ്? ആരോടെങ്കിലും പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ആരെങ്കിലും ആരാധിക്കുന്നുവെങ്കിൽ, ആരാധിക്കപ്പെടുന്ന പ്രാർത്ഥിക്കപ്പെടുന്ന ശക്തിക്ക് ചില ഗുണങ്ങൾ വേണം.
അതെന്താ? എല്ലാം കേൾക്കാൻ കഴിയണം, എല്ലാം കാണാൻ കഴിയണം, എല്ലാറ്റിനും അറിവുണ്ടാകണം, എല്ലാത്തിനും കഴിവുണ്ടാകണം. ഈ നിലക്കൊക്കെ എല്ലാം തികഞ്ഞ ഒരു സൃഷ്ടാവായ അല്ലാഹുവിന്റെ മുമ്പിലല്ലാതെ പ്രാർത്ഥനകളോ നേർച്ച വഴിപാടുകളോ ബലിയർപ്പണങ്ങളോ നിർവഹിക്കാൻ പാടില്ല എന്ന് മഹാനവറുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. അതേ, ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന മുസ്ലിമേ, ഒരുപാട് ആളുകൾ അല്ലാഹുവല്ലാത്ത ോട് പ്രാർത്ഥിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതേ, അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നു, അവരുടെ പേരിൽ സത്യം ചെയ്തു പറയുന്നു, അവർക്ക് വേണ്ടി മൃഗങ്ങളെ ബലിയർപ്പിക്കുന്നു, അവരുടെ മുമ്പിൽ പോയി സാഷ്ടാംഗം നമിക്കുന്നു. അതേ, ഈ രൂപത്തിലുള്ള ശിർക്കൻ വിശ്വാസങ്ങൾ ലോകത്ത് നിലനിൽക്കുമ്പോൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന മുസ്ലിമേ, നാം ഒക്കെ നമ്മുടെ നാടുകളിൽ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ വിപാടനം ചെയ്യാൻ, നിർമാർജനം ചെയ്യാൻ എന്താണ് നമ്മളൊക്കെ ചെയ്തത് എന്ന ഒരോർമ്മ നമ്മുടെ മനസ്സിൽ ഈ അവസരത്തിൽ ഉണ്ടാകണേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു. സർവശക്തനോടല്ലാതെയുള്ള ഒരു പ്രാർത്ഥനയില്ല എന്ന ഇസ്ലാമിന്റെ ഏറ്റവും വലിയ തത്വം അതല്ലേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചത്? ഖുൽ ഇന്നമാ അദഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഞാൻ എൻ്റെ രക്ഷിതാവിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ. സർവ മുസ്ലിമേ, എല്ലാ മുസ്ലിമീങ്ങളും പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനമാണ്, ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ. അവനിൽ ഞാൻ ഒരാളെയും പങ്കുചേർക്കുകയില്ല. ഒരാളെയും എന്ന് പറഞ്ഞാൽ അതിലെല്ലാം പെട്ടുകഴിഞ്ഞു. അള്ളയൊഴികെയുള്ള എല്ലാം പെട്ടുകഴിഞ്ഞു. അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ മലക്കുകളോടോ ജിന്നുകളോടോ പിശാചുക്കളോടോ ആരോടും ഞാൻ പ്രാർത്ഥിക്കുകയില്ല എന്നതാണ് ഇസ്ലാമിന്റെ കാതലായ ഏറ്റവും വലിയ വിഷയം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് ഇസ്ലാം അന്വേഷിച്ച് കയറി വന്ന ഒരു അപരിചിതനായ ഒരു മനുഷ്യനോട് ഇസ്ലാം എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു കൊടുക്കുമ്പോൾ അതേ, ആ മനുഷ്യൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുകയാണ്, ഓ മുഹമ്മദ് നബിയേ, നിങ്ങൾ എന്തിലേക്കാണ് ആളുകളെ ക്ഷണിക്കുന്നത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു, അദ്ഉ ഇലല്ലാഹി വഹ്ദഹു, ഞാൻ ഏകനായ അല്ലാഹുവിലേക്കാണ് ക്ഷണിക്കുന്നത്. എങ്ങനെയുള്ള അല്ലാഹയാണവൻ? ഇദാ കാന ബിക ദുർറുൻ ഫദഉതഹു കശഫ അൻക കശഫഹു അൻക. ും ബാധിച്ചിട്ട് അതിൽ നിന്ന് നിവൃത്തിക്ക് വേണ്ടി നീ ആരോടെ ആ റബ്ബിനോട് തേടിയോ, ആ റബ്ബ് നിനക്കത് നിവർത്തിച്ചു തരും. അതുപോലെ തന്നെ നിനക്ക് വല്ല വിപത്തുകളും ബാധിച്ചു, ക്ഷാമങ്ങൾ ബാധിച്ചു, ക്ഷേമത്തിന് വേണ്ടി നീ അവനോട് തേടിയാൽ ക്ഷാമാവസ്ഥയിൽ നിന്ന് നിന്നെ മാറ്റിയിട്ട് ക്ഷേമമുള്ള ഒരവസ്ഥയിലേക്ക് നിന്നെ കൊണ്ടുപോകുന്നവനാണ് ആ റബ്ബ്. മൂന്നാമത് അവിടുന്ന് പറയുന്നു, ഇദാ കുൻത ഫീ അർളിൻ ഖഫിരിൻ, നീ ആരുമില്ലാത്തൊരു സ്ഥലത്ത് എത്തിപ്പെട്ടു, ആരുമില്ലാത്തൊരു വിജനമായ പ്രദേശത്ത് നീ എത്തിപ്പെട്ടാൽ ഫാദിലൽത, അങ്ങനെ നിനക്ക് വഴിപിഴച്ചു, അതല്ലെങ്കിൽ നിന്റെ വാഹനം മൃഗം ചാടിപ്പോയി, അത് നിന്നിൽ നിന്ന് ഒഴിവായി പോയി, അങ്ങനെ നീ ഏതൊരു രക്ഷിതാവിനോട് തേടുന്നുവോ ആ അള്ളയോട് മാത്രം നീ തേടുമ്പോൾ അതേ, നിന്നെ അവൻ വഴിയിലേക്ക് മടക്കി കൊണ്ടുവരും. നിന്റെ നഷ്ടപ്പെട്ട വാഹനത്തെ അവൻ തിരിച്ചു കൊണ്ടുവരും. അതേത് സന്ദർഭത്തിലും മുസ്ലിമിന് എവിടെ വെച്ചും എല്ലാ സമയത്തും കരയിലും കടലിലും വിജനപ്രദേശത്തും ജനപ്രദേശത്തും കുളിക്കടവിലും കടവിലും ഏത് സന്ദർഭത്തിലും അപകടഘട്ടത്തിലും വിളിച്ചു പ്രാർത്ഥിക്കാൻ സർവശക്തനായ അല്ലാഹുവല്ലാതെ ഒരു ശക്തിയുമില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. ആ വിശ്വാസത്തിന് മുവഹിദുകൾക്ക് ഒരു കോട്ടവും തട്ടിയിട്ടില്ല. ഈ കൃത്യമായ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുള്ള ഒരു മുവഹിദുമില്ല എന്ന് വളരെ കണിശമായി തന്നെ നമ്മൾ ഈ സുദിനത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം ഏത് പ്രതികൂല സാഹചര്യത്തിലും പിടിച്ചു നിന്ന ഏറ്റവും വലിയ ചരിത്രം നമ്മൾ ഓർക്കണം. ഏത് മാർഗത്തിലും പ്രതിസന്ധികൾ ഉണ്ടായാലും, ഏത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും നാടൊട്ടാകെ രൂക്ഷമായാലും പതറി ഒരിക്കലും മാറിപ്പോകരുത്. ഇവിടെ പ്രശ്നങ്ങളല്ലേ പ്രയാസങ്ങളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രബോധകൻ ഒരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ദഅവത്തിൽ നിന്ന് പിറകോട്ടടിച്ചു പോകരുത്. മറിച്ച് എന്ത് വേണം? ആദർശനിഷ്ഠയോടുകൂടെ
ആദർശത്തിലൂടെ ജീവിച്ച് ആ ആദർശത്തെ തുറന്നു പറഞ്ഞുകൊണ്ട് സമൂഹത്തെ അതിലേക്ക് ക്ഷണിക്കുവാനുള്ള തന്റെ ഇടവും പക്വതയുമാണ് നാം കാണിക്കേണ്ടത്. ഒരു നിലക്കും ഒരാളും അതേ എനിക്ക് ഈ പ്രബോധന രംഗം പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറിപ്പോകരുത്. ഇബ്രാഹിം അലൈഹിസ്സലാമിന് എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമായിട്ടും മഹാനവറുകൾ പിടിച്ചു നിന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ കാവൽ മഹാനവറുകൾക്കുണ്ടായത്. ഇതാണ് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ പരീക്ഷണം. പരീക്ഷണയിൽ അദ്ദേഹം വിജയിച്ചു. ഇനി രണ്ടാമത്തെ പരീക്ഷണം എന്തായിരുന്നു? ജീവിതത്തിൽ വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് നാളായിട്ടും ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം മഹാനവറുകൾക്ക് കിട്ടിയില്ല. അവസാന സമയത്താണ് ഒരു കുഞ്ഞുണ്ടായത്. ആ കുഞ്ഞുണ്ടായപ്പോൾ അടുത്ത പരീക്ഷണം, ആരുമില്ലാത്തൊരു മരുഭൂമിയിൽ കൊണ്ടുപോയി കുഞ്ഞിനെയും ഉമ്മയെയും പാർപ്പിക്കണം. ആർക്ക് സഹിക്കാനാകും? ആരെങ്കിലും ഏൽപ്പിക്കണമെന്നല്ല, ആരുമില്ലാത്തൊരു മരുഭൂമിയിൽ ഈ കുഞ്ഞിനെയും ആ കുഞ്ഞിന്റെ ഉമ്മയെയും പാർപ്പിക്കണമെന്നാണ് കൽപ്പന. ഇബ്രാഹിം അലൈഹിസ്സലാം പതറിയില്ല, ആ കൽപ്പന നിറവേറ്റുകയാണ്. കൈക്കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഹാജറ ബീവി റളിയല്ലാഹു അൻഹാ മരുഭൂമിയിൽ എത്തുന്നു. കഅബ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രദേശത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം ഈ കൈക്കുഞ്ഞിനെയും ഉമ്മയെയും ഉപേക്ഷിച്ചു പോകുമ്പോൾ ഹാജറ ബീവി ഒരു ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾ ഞങ്ങളെ വിട്ട് എവിടേക്ക് പോകുന്നു? ഭർത്താവിനോട് ഭാര്യയുടെ ചോദ്യമാണെന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യമാര് മനസ്സിലാക്കണം, ഉമ്മമാര് മനസ്സിലാക്കണം. ഓ പ്രിയപ്പെട്ടവരെ, എന്നെയും ഈ കുഞ്ഞിനെയും ഇവിടെ ആക്കിയിട്ട് ഒറ്റക്കാണെന്ന് മനസ്സിലാക്കണം, ആരുമില്ലെന്ന് മനസ്സിലാക്കണം, വളരെ വിജനമായ മരുഭൂമിയാണെന്ന് മനസ്സിലാക്കണം. അവിടെ ഒറ്റക്ക് ഞങ്ങളെ ഇട്ടുകൊണ്ട് അങ്ങെങ്ങോട്ടാണ് പോകുന്നതെന്ന ചോദ്യത്തിന് ഇബ്രാഹിം അലൈഹിസ്സലാം ഒരല്പനേരം മൗനം പാലിച്ചപ്പോൾ ഹാജറ ഉമ്മയുടെ ചോദ്യം എന്താണ്? അല്ലാഹു അമറക ബിഹാദാ, അള്ളയാണോ താങ്കളോട് ഇങ്ങനെ ചെയ്യാൻ കൽപ്പിച്ചത്? ഇങ്ങനെ പോകണം എന്ന് കൽപ്പിച്ചത് അള്ളയാണോ താങ്കളോട് ഞങ്ങളെ ഇവിടെ ഉപേക്ഷിച്ച് പോയിക്കൊള്ളാൻ പറയുന്നത്? ഇബ്രാഹിം അലൈഹിസ്സലാം അതേ എന്ന അർത്ഥത്തിൽ തലയാട്ടിയപ്പോൾ മഹദിയായ ഹാജറ ഉമ്മ റളിയല്ലാഹു അൻഹ പറയുന്നു, ഇദൻ ലാ യുളയ്യുനാ, എങ്കിൽ ധൈര്യമായി നിങ്ങൾ പോയിക്കോ. ആ റബ്ബ് ഞങ്ങളെ കൈയൊഴിക്കൂല, ആ റബ്ബ് ഞങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടുത്തുകയില്ല, ഞങ്ങളെ അവൻ കൈവടിയുകയില്ല. നോക്കണം ഉമ്മമാരെ, ഒരു ഭർത്താവിന്റെ ആദർശത്തിന് താങ്ങും തണലുമായിരിക്കണം ഭാര്യമാര്. അതേ, ഭർത്താവ് ചെയ്യുന്ന കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടവരാണ് ഭാര്യമാര്. ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് ഈ അവസരത്തിൽ ഹാജറ ബീവി അനുസരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇബ്രാഹിം അലൈഹിസ്സലാം പോകുമ്പോൾ മഹാനവറുകളുടെ മനസ്സിൽ എന്തൊരു വിഷമമുണ്ടാകും. പക്ഷേ തന്റെ പ്രിയപ്പെട്ട ഭാര്യ അള്ളാഹുവിന്റെ കൽപ്പനയാണെന്നറിഞ്ഞപ്പോൾ മുഴുവൻ സന്തോഷത്തോടെ അല്ലേ എന്നെ യാത്രയാക്കുന്നത് എന്ന് ചിന്തിക്കാൻ ഭർത്താവായ ഇബ്രാഹിം അലൈഹിസ്സലാമിന് കരുത്ത് പകർന്നത്, താങ്ങായി വർത്തിച്ചത്, തണലായി നിന്നത്, ആദർശ രംഗത്ത് വലിയ പ്രത്യേകമായ നിലക്കുള്ള ഒരു താങ്ങും തണലുമായി കൊണ്ട് നിലകൊണ്ടത് ഹാജറ ബീവിയുടെ തവക്കുലായിരുന്നു. അതാണ് ഭാര്യമാർ. ഒരു വീട്ടിൽ ഭർത്താവിന്റെ കൃത്യമായ ഇസ്ലാമികമായ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് താങ്ങും തണലും സഹായവുമാകേണ്ടവരാണ് ഭാര്യമാര്. ഒരിക്കലും അതിനവർ എതിരി നിൽക്കരുത്. അവരന്തരീക്ഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ ജീവിതത്തിൽ അത് വളർത്തിയെടുത്തത് കൊണ്ടാണ് കിട്ടിയത്. അപ്പൊ ആ പരീക്ഷയിലും മഹാനവറുകൾ വിജയിച്ചു. പടച്ചറബിന്റെ സഹായം അവർക്കുണ്ടായി. സംസം എന്ന നീരുറവയുണ്ടായത് അതിന്റെ ശേഷമാണെന്ന് നമുക്കറിയാം. ഞാനിപ്പോൾ അങ്ങോട്ട് കിടക്കുന്നില്ല. ഇനിയതാ മൂന്നാമത്തെ ഒരു പരീക്ഷണം നോക്കൂ. ഇതേ മകൻ തന്നെ വളർന്നു വലുതായപ്പോൾ, അദ്ദേഹത്തോടൊപ്പമുള്ള അധ്വാനത്തിനുള്ള പ്രായമായപ്പോൾ മഹാനവറുകളോട് മറ്റൊരു പരീക്ഷണം, ഈ മകനെ അറുത്ത് കളയണം, അള്ളാഹുവിന് വേണ്ടി ഈ മകനെ അറവ് നടത്തണം. ആർക്ക് സഹിക്കാനാകും പ്രിയമുള്ളവരെ? എന്നാൽ ഇബ്രാഹിം അലൈഹിസ്സലാം ആ കൽപ്പന നിറവേറ്റുവാൻ ഒരുങ്ങുകയാണ്. ഇവിടെ നിങ്ങൾ ചിന്തിക്കൂ, ബാപ്പക്കൊത്ത മകനാണ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഭർത്താവിനൊത്ത ഭാര്യയാണ്, ആ ഉമ്മക്കും ഉപ്പക്കുമൊത്ത മകനുമാണെന്ന് മനസ്സിലാക്കണം. ഇസ്മായിൽ അലൈഹിസ്സലാമിനോട് ബാപ്പ പറയുന്നു, മോനെ നിന്നെ അറുക്കണം എന്ന് കൽപ്പനയുണ്ടായിരിക്കുന്നു, എന്താണ് മോനെ നിന്റെ അഭിപ്രായം? ബാപ്പയോടുള്ള മറുപടി, ആപത്തി എന്റെ പൊന്നുപ്പ, കൽപ്പിക്കപ്പെട്ടത് ചെയ്തോ,
സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. പ്രിയപ്പെട്ട ഉപ്പ, ഞാൻ ക്ഷമിച്ചോളാം. അള്ളാന്റെ വേണ്ടുകയുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ പ്രത്യേകമായ ഉദ്ദേശമുണ്ടെങ്കിൽ ഞാൻ സഹിച്ചോളാം, ക്ഷമിച്ചോളാം ഉപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ഉപ്പായുടെ ആദർശ രംഗത്ത് താങ്ങും തണലുമായി മാറുന്ന പൊന്നോമന പുത്രൻ. മനസ്സിലാക്കണം, എല്ലാം നമ്മളൊക്കെ, നമുക്കുമുണ്ട് ഭാര്യമാര്, നമുക്കുമുണ്ട് മക്കൾ. നാം പറയുന്ന ആദർശ രംഗത്തേക്ക് അവരെ കിട്ടുമോ? ആ ആദർശത്തിന് അവർ താങ്ങും തണലുമാണോ? അവരതിന് സഹായികളാണോ? അതൊന്നും പെട്ടെന്നൊരു ദിവസം അങ്ങ് കിട്ടുന്നതല്ല. പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നത് കൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിനൊത്ത ഭാര്യ, ആ മഹാന്മാർക്കൊത്ത മകൻ, അതേ കൽപ്പിക്കപ്പെട്ടത് ചെയ്തോളൂ എന്ന് പറയാൻ മാത്രം ഏറ്റവും വലിയ ആദർശത്തിൽ സഹായിയായി മാറുന്ന പൊന്നോമന പുത്രൻ, അതിലും ഇബ്രാഹിം അലൈഹിസ്സലാം വിജയിക്കുകയാണ്. ഈ നിലക്കുള്ള എല്ലാ പരീക്ഷണങ്ങളിലും മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം വിജയിക്കുന്നു. ആ വിജയത്തിന്റെ പ്രഖ്യാപനമാണ് നാം ഇപ്പോഴും മുഴക്കുന്ന തക്ബീറിലൂടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന് അല്ലാഹുവിന്റെ കൽപ്പനക്ക് മുമ്പിൽ ബാപ്പ വലുതായില്ല, മകൻ വലുതല്ല, സമ്പത്ത് വലുതല്ല, സ്ഥാനമാനങ്ങൾ വലുതല്ല, ജീവിതത്തിൽ ഒന്നും വലുതല്ല. എനിക്ക് ഏറ്റവും വലുത് എന്റെ റബ്ബ് തന്നെയാണ്. അല്ലാഹു അക്ബർ, അള്ളയാണ് ഏറ്റവും വലുത്. ഈ പ്രഖ്യാപനമല്ല മുസ്ലിമേ നമ്മൾ ഈ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പ്രഖ്യാപനത്തിന് വിരുദ്ധമായത് നമ്മുടെ ജീവിതത്തിൽ ഇന്നും ഉണ്ടാകരുത്, വരുംകാല ജീവിതത്തിലും ഉണ്ടാകരുത്. സ്വന്തത്തെക്കാളും മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും ലോകത്തെ എല്ലാവരെക്കാളും അല്ലാഹുവിനോടുള്ള സ്നേഹമാണ് നമുക്ക് വേണ്ടതെന്ന് പഠിപ്പിക്കുന്ന ആ ഏറ്റവും വലിയ ദിക്റല്ലേ ഇന്നും ഇനി നാളെ വരും, അതുപോലെ തന്നെ വരും ദിവസങ്ങളിലൊക്കെ അതേ അയ്യാമുത്ത തശ്രീഖിന്റെ അവസാനത്തെ മഗ്രിബിന്റെ മുമ്പ് വരെ നമുക്ക് നിർവഹിക്കാവുന്ന തക്ബീറുകളിലൂടെ നമ്മൾ പറയുന്നത്. അപ്പൊ കൃത്യമായി ത്യാഗത്തിന്റെ ഓർമ്മ പെരുന്നാളാണ് പറയുന്നത്. ഭംഗിവാക്കല്ല, നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് നമ്മൾ മടങ്ങണം. ആദർശ രംഗത്ത് നമ്മുടെയൊക്കെ നാടുകളിൽ അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾക്കെതിരെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് എന്തു രൂപത്തിലുള്ള പ്രവർത്തനം ചെയ്യാനാണ് ഞാനും നിങ്ങളുമൊക്കെ സന്നദ്ധരായിട്ടുള്ളത് എന്ന് മഹാനവറുകളുടെ ഈ ചരിത്രം ഓർക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ജീവിതത്തിൽ വേണ്ടപ്പെട്ടതെന്തും താനേറെ സ്നേഹിക്കുന്നതാണെങ്കിൽ പോലും അള്ളാഹുവിന് ഇഷ്ടമല്ലെങ്കിൽ ത്യജിക്കാനും ഒഴിവാക്കുവാനും തയ്യാറാണെന്ന അർപ്പണബോധത്തിന്റെ തെളിവല്ലേ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ബലിയർപ്പണത്തിലൂടെ, ആ ബലിയർപ്പിക്കാൻ കുഞ്ഞിനെയും കൊണ്ട് പോയതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇന്നും ത്യാഗികളായി മാറിയിട്ടില്ല. അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ എന്തും അനുസരിക്കാൻ തയ്യാറായി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ശേഷക്കാരായ നമ്മൾ. അള്ളാഹു നമ്മളോട് നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞാൽ പോലും അത് ജീവിതത്തിൽ പാലിക്കാൻ നമ്മൾ തയ്യാറില്ലാതെ പോവുകയാണ്. അള്ളാഹു അവന്റെ പ്രവാചകനിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുള്ള സുന്നത്തുകളെ പോലും പരിഹസിക്കുന്നവരവസ്ഥയോളം നമ്മൾ തരം താഴുകയാണ്. പ്രിയമുള്ളവരെ, ഒരിക്കലും ഉണ്ടാകരുത്. അല്ലാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള അവന്റെ പ്രവാചകനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങളോടും വളരെ വിനീതമായ ഒരു മനസ്ഥിതിയോടുകൂടി അംഗീകരിക്കുവാനും അനുസരിക്കുവാനുമുള്ള ഒരു ബോധമാണ് നമുക്ക് വേണ്ടത്. ആഘോഷത്തിന്റെ ദിവസമല്ലേ എന്ന നിലക്ക് ഏതെങ്കിലും നിലക്കല്ല മുസ്ലിമീങ്ങളെ നമ്മുടെ ആഘോഷങ്ങൾ ലഹരിക്ക് വഴിമാറരുത്, ആഭാസങ്ങൾക്ക് വഴിമാറരുത്, അശ്ലീലതകളിലേക്ക് വഴിമാറരുത്. നാം മുഴക്കുന്ന തക്ബീറുകൾ ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നാം മുഴക്കുന്ന തക്ബീറുകളുടെ ആശയത്തിന് കത്തിവെക്കുന്ന ഒരാഘോഷം നമുക്കുണ്ടാകരുത്. അള്ളയാണ് എനിക്ക് വലുതെന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ കണ്ണിനേക്കാൾ, എന്റെ കാതിനേക്കാൾ, എന്റെ ജീവനേക്കാൾ എന്റെ ആദർശമാണ് വലുത്. അതുകൊണ്ട് ഒരിക്കലും പ്രിയമുള്ളവരെ, പെരുന്നാളിന്റെ സുദിനമല്ലേ എന്ന നിലക്ക് കഴിഞ്ഞ് ഈദിന്റെ ആഘോഷം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തിയാൽ വരും കാല ദിവസങ്ങളിലൊന്നും അള്ളാഹുവിന് വെറുപ്പുള്ള ഒരു സ്ഥലങ്ങളിലേക്കും പോകരുത്. എല്ലാ ഈദ് ഖുതുബകളിലും ഈ വിനീതൻ നിങ്ങളോടും എന്നോടും ഓർമ്മപ്പെടുത്താറുള്ളതാണ്, നമുക്ക് അള്ളയാണ് വലുത്.
അള്ളാഹുവിന്റെ പ്രീതിയാണ് വലുത്. നമുക്ക് മരിച്ചു പോകണം, നമുക്ക് ഖബറിൽ കിടക്കണം, നമുക്ക് പരലോകത്തെ അള്ളാഹുവിന്റെ കോടതിയിൽ വിചാരണക്ക് നേരിടണം. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, സഹോദരിമാരോട്, സഹോദരന്മാരോട് എല്ലാവരോടും പറയാനുള്ളത്, അതെ, നമ്മളൊക്കെയും ഭാര്യമാരാണ്, ഭർത്താക്കളാണ്, മക്കളാണ്. ഏറ്റവും വലിയ ഒരു ഭർത്താവിന്റെ, ഏറ്റവും വലിയ ഒരു ഭാര്യയുടെ, ഏറ്റവും വലിയ ഒരു സന്താനത്തിന്റെ തഖ്വയുടെ ഓർമ്മ പുതുക്കുന്ന ഈ ദിവസത്തിൽ ഒരിക്കലും പ്രിയമുള്ള മക്കളെ, പ്രിയമുള്ള ഭാര്യമാരെ, പ്രിയമുള്ള ഭർത്താക്കളെ, രക്ഷിതാക്കളെ, അള്ളാന്റെ പൊരുത്തത്തിന് നിരക്കാത്തതൊന്നും ചെയ്യരുത്. സ്വന്തം വീടുകളിൽ വെച്ചാണെങ്കിൽ പോലും, നിങ്ങളുടെ വീടുകളിലുള്ള TV എന്ന് പറയുന്ന മാധ്യമത്തിലൂടെ അല്ലാതെയോ നിങ്ങൾ അശ്ലീലങ്ങൾ കാണരുത്. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ വ്യഭിചരിക്കരുത്. പ്രിയമുള്ളവരെ, കണ്ണുകൾ കൊണ്ട് ഹറാമിലേക്ക് നോക്കൽ കണ്ണുകൾ കൊണ്ടുള്ള വ്യഭിചാരമാണെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കാതുകൾ കൊണ്ട്, അതെ, അനാവശ്യമായ മ്യൂസിക്കുകളും സംഗീതങ്ങളും പാട്ടുകളും ഒക്കെ ആ നിലക്ക് കേട്ട് ആസ്വദിക്കൽ, അത് കാതുകൊണ്ടുള്ള വ്യഭിചാരമാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നാവ് കൊണ്ട് അത്തരത്തിലുള്ള അശ്ലീല കാര്യങ്ങൾ പറയൽ നാവ് കൊണ്ടുള്ള വ്യഭിചാരമാണ്. കൈ കൊണ്ടുള്ള വ്യഭിചാരമുണ്ട്, കാലുകൊണ്ടുള്ള വ്യഭിചാരമുണ്ട് എന്നൊക്കെ മഹാനായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇവിടെ തടിച്ചുകൂടിയ ആയിരങ്ങളോട് എനിക്ക് എന്റെ ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് പറയാനുള്ളത്, പ്രിയമുള്ളവരെ, നാം മുഴക്കുന്ന തക്ബീറിന്റെ വീര്യം ചോർന്നു പോകുന്ന ഒരാഘോഷവും നിങ്ങൾ നിർവഹിക്കരുതേ. അതിൽ നമുക്ക് ബറക്കത്തുണ്ടാവുകയില്ല, അതിൽ നമുക്കൊരിക്കലും ഗുണമുണ്ടാവുകയില്ല. എപ്പോഴാണ് മരിക്കുക എന്നറിയില്ല. അതുകൊണ്ട് സ്ത്രീകളോടും പ്രത്യേകം പറയട്ടെ, പെരുന്നാളല്ലേ എന്ന നിലക്ക് പുതുവസ്ത്രം അണിഞ്ഞുകൊണ്ട്, അനിസ്ലാമിക വേഷം ധരിച്ചുകൊണ്ട് നിങ്ങൾ എങ്ങോട്ടും ഇറങ്ങരുത്. നിങ്ങളുടെ സൗന്ദര്യം നിങ്ങളുടെ ഭർത്താവിന് മാത്രം ആസ്വദിക്കുവാനുള്ളതാണ്. നാളെ പരലോകത്ത് സ്വർഗീയ സുഗന്ധം പോലും നിഷേധിക്കപ്പെടുന്ന ഒരു വിഭാഗം സ്ത്രീകളെ കുറിച്ച് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പേരിന് ഒരുപാട് വാരിച്ചുറ്റിയിട്ടുണ്ട്, പക്ഷേ അവരുടെ ശരീരത്തിന്റെ മറയേണ്ടതൊന്നും മറഞ്ഞിട്ടില്ല. ആ നിലക്ക് ശരീരത്തിന്റെ അംഗലാവണ്യം പ്രദർശിപ്പിക്കുന്ന നിലക്ക് വേഷം ധരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന പെണ്ണുങ്ങൾ ലാ യദ്ഖുൽനൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ യജിദിന റീഹഹാ, സ്വർഗത്തിന്റെ മണം പോലും അവർക്ക് നിഷിദ്ധമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഉമ്മമാരെ, മക്കളെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശരീരം മറക്കുക, നിങ്ങളുടെ മക്കളുടെ ശരീരം മറക്കുക, പെങ്ങളുടെ ശരീരം മറക്കുക. അത് ആരാൾക്കും ആസ്വദിക്കാൻ വിട്ടുകൊടുക്കരുത്. അള്ളാഹു പൊരുത്തപ്പെടുന്ന മാർഗത്തിലൂടെ, അള്ളാഹ് അനുവദിച്ച മാർഗത്തിലൂടെ അല്ലാതെ പുറത്തേക്ക് ഇറങ്ങരുത് എന്ന കണിശത പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇസ്ലാം വിരോധിച്ചിട്ടുള്ള സംഗീതത്തിന്റെ മേമ്പൊടിയുള്ള മ്യൂസിക്കുകളുള്ള സദസ്സുകൾ പെരുന്നാളായാൽ ഇശൽ ക്ലബ്ബുകൾ എന്ന പേരിൽ സമൂഹത്തിൽ വരും, ഉണ്ടാകും. പെരുന്നാളിന്റെ പേരിൽ സ്പെഷ്യൽ പ്രോഗ്രാമുകൾ അകത്തും പുറത്തുമൊക്കെ ഉണ്ടാകും. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് കാശ് കൊടുത്തോ അല്ലാതെയോ പ്രവേശനം കിട്ടിയാൽ പോലും ഒരു നിലക്കും നിങ്ങൾ അത്തരത്തിലുള്ള വേദികളിലേക്ക് പോകരുത്. പെണ്ണ് സ്റ്റേജിൽ കയറി ആടുകയും ആടിത്തിമർക്കുകയും സംഗീതോപകരണങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഈ രൂപത്തിലുള്ള പേരിൽ എന്ത് പേരിട്ടാലും പ്രിയമുള്ളവരെ മുസ്ലിമീങ്ങൾക്ക് യോജിച്ചതല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ശബ്ദം നാളെ പരലോകത്തെ സാക്ഷിയാണ്. ഇത് കേട്ടില്ലെന്ന് എൻ്റെ ഉമ്മമാര്, പ്രിയമുള്ളവരാരും നടിക്കരുത്. കേട്ടു, ഞാൻ പറഞ്ഞു, നിങ്ങൾ കേട്ടു, എല്ലാവരും മനസ്സിലാക്കി. നാളെ മഹ്ശറിൽ ഈ ശബ്ദം സാക്ഷിയാണ്, ഈ ഗ്രൗണ്ട് സാക്ഷിയാണ്, ആയിരങ്ങൾ സാക്ഷിയാണ്, ഇവിടെയുള്ള ഓരോ പുൽക്കൊടികളും സാക്ഷിയാണ്. പടച്ച റബ്ബിന് നിരക്കാത്തത് ചെയ്യരുത്. പ്രിയമുള്ളവരെ, നമുക്ക് ആഘോഷിക്കാം. ആഘോഷത്തിൽ നമുക്ക് അനുവദനീയമായ കളികൾ കളിക്കാം, പാട്ടുകൾ പാടാം. അതെ, എല്ലാവർക്കും മിന്നലി കുല്ലി ഖൗമിൻ ഈദുൻ വഹാ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വെച്ച് കൊച്ചു കുട്ടികൾ ഇങ്ങനെ പെരുന്നാളിന്റെ സുദിനത്തിൽ ഇങ്ങനെ പാട്ടുപാടി രസിച്ചപ്പോൾ അത് ഇഷ്ടപ്പെടാത്തവരോട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആ കുട്ടികളെ എതിർക്കരുത്. ഇന്ന ലികുല്ലി ഖൗമിൻ ഈദുൻ, എല്ലാവർക്കും ആഘോഷ ദിവസങ്ങളുണ്ട്. ഫഹാദാ ഈദുനാ, ഇത് നമ്മുടെ ആഘോഷത്തിന്റെ ദിവസമാണ്, കുട്ടികൾ പാടട്ടെ എന്നാണ്. അതെ, അനുവദനീയമായ കളികളിലും വിനോദങ്ങളിലും തമാശകളിലും ഏർപ്പെട്ടോളൂ, പക്ഷേ ഇസ്ലാം വിലക്കിയതിൽ ഏർപ്പെടരുതേ എന്ന് എന്റെ പ്രിയമുള്ളവരോട് എന്നോടെന്ന പോലെ ഞാൻ ഉണർത്തുകയാണ്. അതുപോലെ പ്രിയമുള്ളവരെ, ഏറ്റവും നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന. മഹാനവറുകൾ പ്രാർത്ഥിച്ചത് എന്തിനാണ്? അല്ലാഹ്, ശിർക്കിൽ നിന്ന് എന്നെ രക്ഷിക്കണേ. ശിർക്കിനെതിരെ പോരാടിയ പ്രവാചകൻ പോലും ഒരിക്കലും അഹന്ത നടിച്ചിട്ടില്ല, ഞാനൊന്നും ശിർക്ക് ചെയ്യില്ല എന്ന് മഹാനവറുകൾക്ക് തോന്നിയിട്ടില്ല. ശിർക്ക് ആരിലേക്കും കടന്നു വരും. കറുത്ത കട്ടുറുമ്പ് കറുകരുത്ത പാറക്കെട്ടിനടിയിലൂടെ അരിച്ചിറങ്ങി വരും പോലെ നമ്മുടെ വിശ്വാസത്തിലേക്ക് ശിർക്ക്
കയറി വരും, സൂക്ഷിക്കണമെന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന. അല്ലാ, എന്നെയും എന്റെ മക്കളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന രൂപത്തിലുള്ള അതുപോലുള്ള ശിർക്കുകളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന മഹാനവറുകളുടെ പ്രാർത്ഥന. അതുപോലെ തന്നെ ഞാനും എന്റെ മക്കളും നിസ്കാരം നിലനിർത്തുന്നവരാകണേ എന്ന മഹാനവറുകളുടെ പ്രാർത്ഥന. അല്ലാ, നീ എല്ലാം അറിയുന്നവനാണല്ലോ എന്ന് ഏറ്റവും മനസ്സിൽ തട്ടിയുള്ള പ്രാർത്ഥന. അതൊക്കെ മഹാനവറുകളുടെ പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നു. നാം അത് മറക്കരുത്. കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള കടമ കഴിച്ചാൽ ഏറ്റവും നമുക്ക് ബാധ്യതയുള്ളത് നമ്മുടെ മാതാപിതാക്കളോടാണ്. മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിച്ചുകൊണ്ടുള്ള ഒരു സുഖങ്ങളും നമുക്കുണ്ടാകരുത്. അള്ളാഹുവിന് എതിരല്ലാത്ത ഏത് കാര്യം പറഞ്ഞാലും നമ്മുടെ ഉമ്മയും ഉപ്പയും നമ്മൾ അനുസരിച്ചോളണം. ആ നിലക്ക് നിങ്ങൾ ഇവിടെയുള്ളവരുമായി ആ നിലക്ക് ബന്ധപ്പെടണം. നാട്ടിലുള്ളവരോട് നിങ്ങൾ അവരെ വിളിച്ചുകൊണ്ട് സൗഹാർദ്ദം പുതുക്കി അവരോടുള്ള സ്നേഹത്തെ ഊട്ടി ഉറപ്പിക്കണം, ആദരവിനെ ഊട്ടി ഉറപ്പിക്കണം. മരണപ്പെട്ടു പോയവരാണെങ്കിൽ അവർക്ക് വേണ്ടി മനമുരുകിക്കൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അല്ലാഹുവേ, അവരുടെ ഖബർ സന്തോഷത്തിലാക്കണമേ എന്ന് നിറകണ്ണുകളോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. കുടുംബ ബന്ധങ്ങൾ, അയൽപക്ക ബന്ധങ്ങൾ, അതുപോലെ തന്നെ കുടുംബങ്ങളിലെ ആരുമായൊക്കെ വിളിക്കാനും സംസാരിക്കാനും സ്നേഹബന്ധം പുതുക്കാനുമുണ്ടോ, ആരെയും വിട്ടകന്ന് മാറിപ്പോകരുത്. ഇസ്ലാമികമായ നിലക്ക് നമ്മുടേതായ എല്ലാ ബന്ധങ്ങളും നാം നിലനിർത്തുക. അതുപോലെ തന്നെ അന്യമതസ്ഥരുമായിട്ടുള്ള സൗഹാർദ്ദ ബന്ധം കാത്തു സൂക്ഷിക്കേണ്ട കാലഘട്ടം തന്നെയാണിത്. ഇസ്ലാം ഒരിക്കലും വർഗീയത പ്രോത്സാഹിപ്പിക്കുന്നില്ല, തീവ്രവാദികളാകാൻ പറയുന്നില്ല. മറിച്ച് ഇസ്ലാമിന്റെ മതത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് മറ്റുള്ള മതസ്ഥരോട് നമുക്ക് ചെയ്യാവുന്ന സ്നേഹങ്ങളും ബന്ധങ്ങളുമെല്ലാം നമുക്ക് നിലനിർത്താവുന്നതാണ്. പക്ഷേ മതസൗഹാർദ്ദം എന്ന പേരിൽ മതത്തിന്റെ ആശയങ്ങൾ ഒരാളുടെയും മുമ്പിൽ അടിയറ വെക്കരുത്. നിലവിളക്ക് കൊളുത്തിക്കൊണ്ടുള്ള ഒരു സൗഹാർദ്ദം മുസ്ലിമിന് വേണ്ട. അതുപോലെ തന്നെ ഇതരരുടെ ആഘോഷങ്ങൾ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരാഘോഷം മുസ്ലിമീങ്ങൾക്ക് വേണ്ട. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമിന് ഒരു ഐഡന്റിറ്റി ഉണ്ട്. അത് അള്ളാഹു പഠിപ്പിച്ച ദീനാണ്. ആ ദീനിന് വിഘാതമായ നിലക്ക് ഒരു നിലക്കൊരാളോടും സൗഹാർദ്ദം പാടില്ല. അതല്ലാത്ത നിലക്ക് മാനുഷികമായ സൗഹാർദ്ദം എല്ലാ വിഭാഗം ആളുകളോടും നിലനിർത്തണമെന്നതാണ് ഇസ്ലാമിന്റെ പ്രത്യേകമായ താല്പര്യം. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, സമൂഹത്തിൽ പ്രയാസം അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവരുടെ പ്രയാസങ്ങളിൽ സാമ്പത്തിക സഹായം ചെയ്യേണ്ടവർക്ക് സാമ്പത്തിക സഹായം ചെയ്യുക, പ്രാർത്ഥിക്കേണ്ടവർക്കായി നാം നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഒരുപാട് ആളുകൾ ഈ വലിയ സദസ്സിൽ വെച്ചു നമ്മോട് പ്രാർത്ഥിക്കാൻ വസിയത്ത് പറഞ്ഞവരുണ്ട്. ഒരുപാട് രോഗികളുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവരുടെയൊക്കെ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന് അല്ലാഹു നമ്മയും അവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഒരുപാട് ആളുകൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഈ അടുത്ത് മരണപ്പെട്ടു പോയ ഒരുപാട് തൗഹീദി രംഗത്ത് പ്രവർത്തിച്ച ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, നേതാക്കളുണ്ട്, നമ്മുടെ മാതാപിതാക്കളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവരുടെയും ഖബറിടം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്. ഇതുപോലെ സന്തോഷത്തോടെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈദ് നമസ്കരിക്കാനും ആഘോഷിക്കാനും അവസരങ്ങളില്ലാതെ പരീക്ഷണങ്ങൾക്ക് വിധേയരായി കൊണ്ട് കഴിയുന്ന ആയിരങ്ങളുണ്ട്. അല്ലാഹു അവരുടെ മനസ്സുകൾക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവോപരി പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിലേക്ക് ഉയർന്നു വരേണ്ടുന്ന ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്താണ്? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതം തന്നെ. ജീവിതത്തിൽ ഇത്രത്തോളം അത്യുന്നതമായ പദവിയിലെത്തിയപ്പോഴും, അള്ളാഹുവിന്റെ അടുക്കൽ അത്യുന്നതമായ സ്ഥാനം മഹാനവറുകൾ നേടിയെടുത്തപ്പോഴും മഹാനവറുകൾ പരലോക ബോധത്തെ കുറിച്ച് വിസ്മരിച്ചിട്ടില്ല. മഹാനവറുകൾക്ക് എപ്പോഴും പരലോക പേടിയായിരുന്നു. പ്രിയ സഹോദര സഹോദരി, ഞാനും നിങ്ങളും അങ്ങനെയാണോ? നമുക്ക് പരലോക പേടിയുണ്ടോ? ലോകത്ത് അത്യുന്നതമായ നേതാവെന്ന് പേര് കേട്ട, അള്ളാഹുവിന്റെ ഉറ്റമിത്രമെന്ന സ്ഥാനപ്പേരുള്ള ഇബ്രാഹിം അലൈഹിസ്സലാം പോലും പരലോകം കേൾക്കുമ്പോൾ വിറക്കുകയാണ്. മഹാനവറുകളുടെ പ്രാർത്ഥന നിങ്ങൾ നോക്കൂ ഖുർആനിൽ. വലാ തുഹ്സിനി يوم يبعثون يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്യുന്നു, അല്ലാഹ് നീ എന്നെ അപമാനിക്കരുതേ. ജനങ്ങളെല്ലാം മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടുന്ന ദിവസത്തിൽ നീ എന്നെ അപമാനിക്കരുതേ, നീ എന്നെ ശിക്ഷിക്കരുതേ, നീ എന്നെ ഒരിക്കലും അതെ കൈവെടിയരുത് റബ്ബേ. സമ്പത്തും മക്കളുമൊന്നും ഉപകരിക്കാത്ത ദിവസം
ദിവസം, കറകളഞ്ഞ മനസ്സുള്ളവർക്കല്ലാതെ വിജയമില്ലാത്ത ദിവസം. റബ്ബേ, നീ എന്നെ കൈവടിയല്ല, നീ എന്നെ അപമാനിക്കല്ല, നീ എന്നെ ഒരിക്കലും കൈയൊഴിക്കല്ല എന്ന് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം പോലും പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ഓ പ്രിയ സഹോദരീ സഹോദര, ഇവിടം വിട്ട് നമ്മൾ പിരിഞ്ഞു പോയാലും എവിടെ വെച്ചാണ് മരിക്കുക എന്നറിയില്ലല്ലോ, എപ്പോഴാണ് മരണം എന്നറിയില്ലല്ലോ. പരലോകത്ത് എത്തുമ്പോൾ പടച്ചറപ്പിന്റെ കോടതിയിൽ അപമാനിക്കപ്പെടാതെ അതേ സ്വർഗലോകത്തിലേക്ക് പ്രവേശനം കിട്ടപ്പെടണമെങ്കിൽ തഖ്വയുള്ള ജീവിതം ജീവിച്ചു തീർക്കണം. നമ്മൾ മനസ്സിലാക്കണം. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. 2 ഈദുകളാണ് ഒരുമിച്ച് വന്നിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇതുപോലത്തെ ഒരു ദിവസത്തിൽ ഇതാ 2 ഈദുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു എന്ന് പെരുന്നാൾ ഖുത്ബയിൽ അവിടുന്ന് പറഞ്ഞു. അവസാനം പറഞ്ഞു, ഞാൻ ജുമുഅ സംഘടിപ്പിക്കുന്നുണ്ട്, നിങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്നവർക്ക് വരാം. ആരെങ്കിലും പെരുന്നാൾ നമസ്കാരം കൊണ്ട് മതിയാക്കുന്നുവെങ്കിൽ വിരോധമില്ല എന്ന് പറഞ്ഞാൽ, ആ കാലഘട്ടത്തിൽ മദീനത്തെ പള്ളിയിൽ എത്തിപ്പെടാൻ വിദൂരമായ ദേശങ്ങളിൽ നിന്ന് എത്തിപ്പെടുന്ന ആളുകൾക്ക് പിന്നീട് ഒരു ജുമുഅക്ക് എത്താൻ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈദ് നമസ്കരിച്ചു പോകുന്ന ആളുകൾക്ക് അതേ ജുമുഅക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ലെങ്കിൽ അവർക്കത് മതിയെന്ന്. എന്നാൽ പണ്ഡിതന്മാരുടെ പ്രബലമായ അഭിപ്രായം അനുസരിച്ച് അവര് വീട്ടിലിരുന്നു കൊണ്ട്, അങ്ങനെ എത്തിപ്പെടാൻ കഴിയാത്തവർ വീട്ടിലിരുന്നു കൊണ്ട് ളുഹ്ർ നമസ്കരിക്കേണ്ടതുണ്ട് എന്നതാണ് പ്രബലമായ അഭിപ്രായമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് നമുക്ക് ഇഷ്ടം പോലെ സൗകര്യങ്ങൾ നമ്മുടെ ഫ്ലാറ്റുകളുടെ സമീപത്തുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായ നിലയ്ക്ക് നമ്മളെല്ലാവരും ജുമുഅക്ക് പങ്കെടുക്കൽ തന്നെയാണ് അതിന്റെ പരിപൂർണമായ പുണ്യം നേടാൻ നല്ലത് എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ സഹോദരങ്ങളെ, എല്ലാ നിലക്കും പുണ്യം നിറഞ്ഞൊരു ദിവസം, ഇനിയും പുണ്യമുള്ള ദിവസങ്ങൾ, നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാവുന്ന ദിവസങ്ങൾ, സദഖകൾ ചെയ്യാവുന്ന ദിവസങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ പറയുക, നല്ലത് മാത്രം പറയുക, ഗീബത്തുകൾ വേണ്ട, നമീമത്തുകൾ വേണ്ട, ഫിത്നകൾ വേണ്ട, ഫസാദുകൾ വേണ്ട. സംസാരിക്കുന്നുവെങ്കിൽ ആദർശം മാത്രം സംസാരിക്കുക. വ്യക്തിപരമായ ദൂഷ്യങ്ങളില്ലാത്ത ആളുകളില്ല. വ്യക്തിപരമായ ദൂഷ്യങ്ങൾ പറഞ്ഞുകൊണ്ട് പരലോകത്തേക്ക് നമ്മുടെ സൽക്കർമ്മങ്ങൾ അവരുടെ തുലാസിലേക്ക് ഇട്ടുകൊടുക്കുന്ന ദയനീയമായ അധപ്പതനത്തിന്റെ രംഗം ഏറ്റുവാങ്ങാൻ ഒരിക്കലും നമ്മൾ തയ്യാറാകരുത്. അതുകൊണ്ട് ആദർശനിഷ്ഠമായ നിലക്കുള്ള ജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കൃത്യമായ നിലക്ക് ദൃഢപ്രതിജ്ഞ ചെയ്യുക. ഇബ്രാഹിം ഈ മില്ലത്ത് അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നാഥാ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു എന്ന നിലക്ക് ആ അർത്ഥത്തിലുള്ളവർ ജീവിതത്തിന് വേണ്ടി നമ്മുടെ ജീവിതമാസകലം മാറ്റിമറിക്കുന്ന നിലക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സാമ്പത്തിക രംഗത്ത്, സാമൂഹ്യ രംഗത്ത്, കുടുംബ ജീവിത രംഗത്ത്, എല്ലാ രംഗത്തും അതുപോലെ തന്നെ ഇസ്ലാമികമായ നിയമങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പലിശയുമായി ഞാൻ ബന്ധപ്പെടില്ലെന്ന തീരുമാനമെടുത്തുകൊണ്ട്, അശ്ലീലാഭാസങ്ങളിലേക്ക് ഞാൻ എത്തിനോക്കില്ലെന്ന് ദൃഢനിശ്ചയമെടുത്തുകൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായൊന്നും എന്റെ ജീവിതത്തിൽ ഞാൻ സ്വീകരിക്കില്ലെന്ന് ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. സഹോദരങ്ങളെ, നാം ദുആ ചെയ്യുക. സർവശക്തനായ നാഥൻ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും പുറത്തു തന്നുകൊണ്ട് അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്നും, ഫിത്നകളിൽ നിന്നും, എല്ലാ ഛിദ്രതകളിൽ നിന്നും, ഭിന്നതകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. തൗഹീദി പ്രബോധന രംഗത്ത് ഒരുമയോടെ, സ്നേഹത്തോടെ, സൗഹാർദ്ദത്തോടെ മുന്നേറിക്കൊണ്ട് ശിർക്കിന്റെ കോട്ടകൊത്തളങ്ങൾക്കെതിരെ പ്രമാണബദ്ധമായ നിലക്ക് പ്രതികരിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാ നിലക്കും അല്ലാഹുവിന്റെ ഖൈറും ബറക്കത്തും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അവൻ വർഷിച്ചു കൊണ്ടിരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, اللهم اجرنا من النار، اللهم اجرنا واجر والدينا من النار. اللهم اسقنا غيثا مغيثا، اللهم اسقنا غيثا مغيثا، اللهم اسقنا غيثا مغيثا. اللهم ربنا تقبل منا انك انت السميع العليم. اللهم ارحم شيوخ الامارات الذين انتقلوا الى رحمتك. اللهم وفق ولاة امورنا لما تحبه وترضاه. اللهم سدد خطى حاكمنا يا ذا الجلال والاكرام. اللهم ادم على دولة الامارات الأمن والأمان وعلى سائر بلاد المسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.
അസ്സലാമു അലൈക്കും. സഹോദരങ്ങളെ, സന്തോഷത്തിൻ്റെ ഈ സുദിനത്തിൽ എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഹൃദയം നിറഞ്ഞ ഈദാശംസകൾ കൈമാറുന്നതോടൊപ്പം ഷാർജ മതകാര്യ വകുപ്പ് മലയാളികളായ നമുക്ക് നൽകിയിട്ടുള്ള അള്ളാഹുവിൻ്റെ മതം പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള നൽകിയിട്ടുള്ള ഏതാനും സൗകര്യങ്ങളെക്കുറിച്ച് ഓർമ്മ. എല്ലാ വെള്ളിയാഴ്ചകളിലും ഇശാ നമസ്കാര ശേഷം അൽസഹറ ഹോസ്പിറ്റൽ സമീപത്തുള്ള മസ്ജിദ് ഹറമൈനിൽ ഇശാ നമസ്കാര ശേഷം ബഹുമാന്യ പണ്ഡിതൻ ജനാബ് ഹുസൈൻ സലഫി വ്യത്യസ്ത വിഷയങ്ങളിൽ ക്ലാസ് എടുക്കുന്നു. എല്ലാ സഹോദരങ്ങളെയും ആ മതപഠനവേദി ഉപയോഗപ്പെടുത്തുന്നതിനു വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഷാർജ സെൻട്രൽ പോസ്റ്റ് ഓഫീസിന് സമീപത്തുള്ള മസ്ജിദുൽ അസീസിൽ മലയാള ഖുതുബയോടുകൂടിയ ജുമ നടത്തപ്പെടുന്നതുമാണ്. പ്രത്യേക ഒരു അറിയിപ്പ്. UAE അടിസ്ഥാനത്തിൽ UAE ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ സംഘടിപ്പിച്ച ഖുർആൻ വിജ്ഞാന പരീക്ഷയിൽ വിജയികളായ പഠിതാക്കളെ ആദരിക്കുന്ന ഒരു പ്രത്യേക ഖുർആൻ വിജ്ഞാന സംഗമം നവംബർ 1-ന് 7:30 മണിക്ക് വൈകിട്ട് 7:30 മണിക്ക് അൽഖൂസ് അൽമനാർ ഖുർആൻ സ്റ്റഡി സെന്ററിൽ വെച്ച് നടത്തപ്പെടുന്നു. ആ പ്രത്യേക ഖുർആൻ സംഗമത്തിലേക്കും എല്ലാ സഹോദരങ്ങളെയും സഹോദരിമാരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.